മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു നാം. ഇനി പെട്ടെന്ന് അവസാനിപ്പിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് 30 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കുകയും വേണമല്ലോ. ദൈർഘ്യമേറിയ വീഡിയോകൾക്ക് വീക്ഷകർ കുറവാണ് എന്നതുകൊണ്ട് ഇത് ചുരുക്കേണ്ടതും നമുക്ക് അനിവാര്യമായിരിക്കുകയാണ്. അബൂജഹൽ എന്ന കൊടിയ ശത്രുവിനെ കുറിച്ച് നമുക്കറിയാം. കൊടിയ ശത്രുവാണ് അബൂജഹൽ. ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ ഫറോവയാണ് അബൂജഹൽ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫിർഔനി, എൻ്റെ ഫിർഔൻ മൂസയുടെ ഫിർഔനേക്കാൾ അശദ്ധാണ്, കൊടിയ ശക്തനാണ്, കാഠിന്യമുള്ളവനാണ് എന്ന് പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഫിർഔൻ പോലും, മൂസ നബിയുടെ ഫിർഔൻ പോലും മരണത്തിൻ്റെ തൊട്ടു മുൻപ് സത്യം അംഗീകരിക്കുന്നുണ്ട്. മരണത്തിൻ്റെ തൊട്ട് മുൻപ് സത്യം. പക്ഷെ അത് ആക്സെപ്റ്റബിൾ ആയ ടൈമിലല്ല, തൗബ എന്ന പശ്ചാത്താപം സ്വീകാര്യയുക്തമായ സമയത്തല്ല ആ സമ്മതം, ആ സമർപ്പണം, മറിച്ച് അതിൻ്റെ ശേഷമാണ്. അതുകൊണ്ടത് പരിഗണനീയമല്ല. എങ്കിലും അതിന് തയ്യാറായല്ലോ. എന്നാലോ അബൂജഹൽ എന്ന എൻ്റെ ഫിർഔൻ അതിനേക്കാൾ ശക്തനാണ്. മരിക്കുന്ന വേള പോലും തൻ്റെ സത്യനിഷേധത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു എന്നാണ് അബൂജഹൽ. സത്യം സമ്മതിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഭീരുവായിട്ടാണ് മരിച്ചത്, സത്യം അംഗീകരിച്ചിട്ടാണ് മരിച്ചത് എന്ന് എൻ്റെ പിൽക്കാലക്കാർ പറയുന്നത് പോലും എനിക്ക് അസഹനീയമാണ്, എൻ്റെ ഓർമ്മകൾക്ക് അസഹനീയമാണ് എന്ന് പറഞ്ഞിട്ട് ആ കൊലപാതകത്തിൻ്റെ അവസാന സമയത്തും അങ്ങനെ പറഞ്ഞ ആളാണ് അബൂജഹൽ, കൊടിയ ശത്രു. പക്ഷേ ഈ അബൂജഹലിന് പോലും അറിയാമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനായ പ്രവാചകനാണ് എന്ന്. വിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്, സൂറത്തുൽ അൻആമിലെ 33-ാം വചനം. فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. فإنهم لا يكذبونك. അല്ലാഹു പുണ്യനബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, തീർച്ചയായും അവർ അങ്ങയെ നിഷേധിക്കുന്നവരല്ല നബിയെ, അങ്ങയെ നിഷേധിക്കുന്നവരല്ല നബിയെ. പിന്നെയോ വലാകിൻ الظالمين بآيات الله يجحدون. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒരിക്കലും അങ്ങയെയല്ല. അങ്ങയെ അവർക്ക് അറിയാം, അങ്ങ് സത്യസന്ധനാണെന്ന് അവർക്ക് അറിയാം, അങ്ങ് നബിയാണെന്നും അതിനാൽ തന്നെ അവർക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അങ്ങയെയല്ല അവർ നിഷേധിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളെയാണ്, ആ സന്ദേശത്തെയാണ്, ബഹുദൈവങ്ങളെ ഒഴിവാക്കണമെന്ന സന്ദേശത്തെയാണ് അവർ നിരാകരിക്കുന്നത്. അങ്ങയെ അവർക്ക് അറിയാം. ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ മഹാന്മാരായ വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകൾ അബൂജഹലിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്ന ഉദ്ധരണികൾ കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറായ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അബൂജഹൽ പോലും സമ്മതിക്കുകയാണ്. ഇബ്നു അബി ഹാത്തിമിനെ തൊട്ടാണ് അതിൻ്റെ ഉദ്ധരണി. അദ്ദേഹം പറയാണ്, അബൂജഹൽ പറയുന്നത് പോലെ, വല്ലാഹു ഇന്നി അഅലമു ഇന്നഹു ലനബിയ്യുൻ. അള്ളാഹുവാണേ സത്യം, അള്ളാഹുവാണേ സത്യം. ഇന്നി അഅലമു, എനിക്ക് അറിയാം, ഞാൻ തീർച്ചയായും അറിയുന്നുണ്ട്, ഇന്നഹു ലനബിയ്യുൻ, അത് നബിയാണ് എന്ന്. മുഹമ്മദ് നബിയെക്കുറിച്ചാണ് ചർച്ച, അത് നബിയാണ് എന്ന് എനിക്ക് അറിയാം. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്? അത് അബ്ദുമനാഫ് എന്ന കുടുംബത്തിനെ നമ്മൾ, ആ കുടുംബത്തിൽപ്പെട്ട ആൾ മുഹമ്മദ് നബി എന്ന ആ കുടുംബത്തിൽപ്പെട്ട ആൾ പ്രവാചകനായി എന്നതുകൊണ്ടാണ്, ആ ഗോത്രവൈര്യമാണ്, ആ കുടുംബത്തോടുള്ള അസൂയയാണ് ധിക്കാരത്തിൻ്റെ കാരണം. ഇബ്ലീസിൻ്റെ അതേ ധിക്കാര കാരണം, ഇബ്ലീസിൻ്റെ അതേ ധിക്കാര. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനല്ലേ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനേക്കാൾ ഉന്നതൻ എന്നാണ് ഇബ്ലീസ് എന്ന വിശ്വാസി കാഫിറാകാൻ കാരണം. ഇബ്ലീസ് ഒരിക്കലും അള്ളാഹു ഇല്ലെന്ന് വിശ്വസിക്കുന്നവനല്ല. 2 തവണ വിശുദ്ധ ഖുർആനിൽ ഇബ്ലീസ് പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആനിൽ ലോകാന്ത്യം വരെയുള്ള വിശ്വാസികൾ പാരായണം ചെയ്യുന്ന 2 വചനങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നു ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സമാനമായൊരു വചനം മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്. ബദർ യുദ്ധത്തുമായി ബന്ധപ്പെട്ടാണ്. ഫലമ്മാ തറാഅത്ത്, മലക്കുകൾ മലമടക്കുകളിൽ അവതരിക്കുന്നത് കണ്ടപ്പോൾ ഈ ഇബ്ലീസ് പറഞ്ഞു, ഇന്നി ജാറുലക്കും, ഐ ആം എക്സ്ക്യൂസിങ് ഫ്രം യു, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഇന്നി അഖാഫുല്ലാഹ് ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, ഈ മലക്കുകളുടെ ആഗമം ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അള്ളാഹുവിനെ ഞാൻ ഭയക്കുന്നു. ഇനി നാളെ പരലോകത്തും വിശ്വാസികൾ ഇബ്ലീസാണ് ഞങ്ങളെ പഴപ്പിച്ചതെന്ന് കുറ്റം പറയുമ്പോൾ ഇബ്ലീസ് പറയുന്ന മറുപടിയുണ്ട്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സമാനമായത്, വചനങ്ങൾ വ്യത്യാസം ഉണ്ടായേക്കാം. ആ ഇബ്ലീസ് പോലും
സത്യനിഷേധിയായി എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഭയക്കുന്ന ഇബ്ലീസും സത്യനിഷേധിയായി എന്ന് ഖുർആൻ പറയുന്നു. എന്താണ് കാരണം? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവൻ അബാ വിസമ്മതിച്ചു, വസ്തക്ബറ എന്നിട്ടോ അഹങ്കരിച്ചു, വകാന മിനൽ കാഫിരീൻ അതുകൊണ്ട് അവൻ സത്യനിഷേധിയാവുകയും ചെയ്തു. കാരണം അഹങ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള നിഷേധം എന്ന് പറയുന്നത് സത്യനിഷേധത്തിലേക്ക് വഴിതെളിയിക്കും. അപ്പൊ അതേ കാരണമാണ്, സത്യം ബോധ്യമാകാഞ്ഞിട്ടല്ല അബൂജഹൽ സത്യനിഷേധിയായത്, മറിച്ച് മുഹമ്മദ് നബി എന്ന വ്യക്തിയെ അംഗീകരിക്കാനുള്ള പ്രയാസം, മുഹമ്മദ് നബിയെ കുടുംബത്തെ അംഗീകരിക്കാനുള്ള പ്രയാസം. എൻ്റെ കുടുംബത്തിൽ ഒരാളാണ് നബിയായത് എങ്കിൽ ഞാൻ അംഗീകരിക്കാമായിരുന്നു എന്ന ചിന്ത. മറ്റൊരിടത്ത് നമുക്ക് കാണാം, മറ്റൊരു തഫ്സീറിൽ തൊബരി ഇമാം, ആദ്യത്തെ പ്രസിദ്ധമായ തഫ്സീറുകളിലൊന്നാണല്ലോ ഇബ്നു ജരീർ തൊബരിയുടെ തഫ്സീർ. ഇമാം ഇബ്നു ജരീർ തൊബരി തൻ്റെ തഫ്സീറിൽ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതിങ്ങനെയാണ്, ഇത് ഇബ്നു കസീറിലുമുണ്ട്, ഖുർത്തുബിയിലുമൊക്കെ ഈ സംഭവം കാണുന്നുണ്ട്. ഈ വചനത്തെ വിശദീകരിക്കുന്നിടത്ത് അഖ്നസ് എന്നവരെ തൊട്ടാണ്, അഖ്നസ് ഇബ്നു ശരീഖ് എന്നവരെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹവും അബൂജഹലും മാത്രമുള്ള ഒരു സമയം. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അഖ്നസ് ചോദിക്കുന്നുണ്ട്, യാ അബൽ ഹക്കം. അബൽ ഹക്കം എന്നതാണ് അബൂജഹൽ ബുദ്ധിമാനാണ്. അബൽ ഹക്കം ഹിക്മത്തിന്റെ പിതാവ്, ഹിക്മത്തുടയവർ എന്നാണ് പേര്. പക്ഷേ ഈ സത്യം ബോധ്യമായിട്ട് അത് നിഷേധിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ അപകടങ്ങൾ ബോധ്യമായിട്ട് നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയ മണ്ടത്തരവും മൗഢ്യതയുമാണ്. അതുകൊണ്ടാണ് അബൂജഹൽ വിഡ്ഢിയുടെ പിതാവ് എന്ന പേര് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അപ്പോൾ ഈ അഖ്നസ് ഇബ്നു ശരീഖ് എന്നവർ പറയുന്നുണ്ട്, യാ അബൽ ഹക്കം, അബൂജഹലിനോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അൻ മുഹമ്മദിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. അസാദിഖുൻ ഹുവ അം കാദിബ്, അദ്ദേഹം സത്യസന്ധനാണോ അതോ കളവ് പറയുന്ന ആളാണോ? എന്നിട്ട് അഖ്നസ് എന്നവർ അബൂജഹലിനോട് പറയുകയാണ്, ഫഇന്നഹു ലൈസ ഹാഹുന മിൻ ഖുറൈശിൻ ഗൈരി വഗൈറുക്, ഞാനും നിങ്ങളുമല്ലാതെ ഖുറൈശിൽപ്പെട്ട ആരും ഇവിടെ ഇല്ല. ഇതൊരു രഹസ്യ യോഗമാണ്, ഇവിടെ മറ്റാരുമില്ല. ഇവിടെ നിങ്ങൾ എന്തു പറഞ്ഞാലും മറ്റാരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്ന മറുപടി എന്നോടത്ത് പറയരുത്, സത്യം എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അബൂജഹൽ പറയാണ്, വല്ലാഹു ഇന്ന മുഹമ്മദൻ ലസ്വാദിഖ്, മുഹമ്മദ് സത്യവാനാണ്, സത്യസന്ധനാണ് മുഹമ്മദ്. വമാ കദബ മുഹമ്മദുൻ ഖത്ത്, മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അബൂജഹൽ എന്ന കൊടീശത്വർ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മുഹമ്മദിന്റെ കുടുംബത്തിനാണെങ്കിൽ, ഏതൊക്കെ കാര്യങ്ങൾ? മക്കയിൽ തീർത്ഥാടനത്തിന് വരുന്നവർക്ക് വെള്ളം നൽകുന്ന ഉത്തരവാദിത്തം, യുദ്ധം വരുന്ന സമയത്ത് അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഉത്തരവാദിത്തം, ഇതെല്ലാം മുഹമ്മദിന്റെ കുടുംബത്തിന്, നുബുവത്ത് മുഹമ്മദിന്റെ കുടുംബത്തിനാണെങ്കിൽ ഖുറൈശി ഗോത്രത്തിലെ മറ്റു കുടുംബങ്ങൾക്ക് പിന്നെ എന്താണ് ഉള്ളത് എന്നതാണ് അബൂജഹലിനെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ് എന്ന് ബോധ്യമാകാത്തതല്ല ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ ഹാദിഹിൽ ഉമ്മയായ അബൂജഹൽ നിഷേധിക്കാനുള്ള കാരണം. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം, 40 വർഷം ഇവർക്കൊപ്പം ജീവിച്ച പുണ്യനബി നുണ പറഞ്ഞിട്ടില്ലെന്ന് ഇവർക്ക് അറിയാം. 40 വർഷത്തിന്റെ ശേഷവും ഇവർക്ക് അറിയാം. 3 ഘട്ടം നമ്മളിവിടെ സൂചിപ്പിച്ചു. ഇവർക്ക് ഈ ശത്രുക്കൾ പോലും ഇത് സമ്മതിക്കുന്നു. ഒന്ന്, നുബുവത്തിന്റെ 3 വർഷങ്ങൾക്കപ്പുറം പരസ്യപ്രബോധനം ആരംഭിച്ച സമയത്ത് സഫാ കുന്നിന്റെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്ന് ഇവരെ ബോധ്യപ്പെടുത്തിയത്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ? വിശ്വസിക്കും, നീ സത്യവാനാണല്ലോ എന്ന്. ഹിജറ പോകുന്നതിൻ്റെ രംഗം, 13 വർഷത്തെ പീഡനങ്ങൾക്കൊടുവിൽ ഹിജറ പോവുകയാണ്, പലായനം ചെയ്തു പോവുകയാണ്, സ്വത്ത് ഉപേക്ഷിച്ച് പോകുകയാണ്. ആ സമയത്തും തന്നെ വിശ്വസിച്ചേൽപ്പിച്ച് സ്വത്ത് തിരിച്ചു നൽകാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ അവശേഷിപ്പിക്കുന്ന സത്യസന്ധതയുടെ രംഗം. കാരണം ഈ ശത്രുക്കൾ പോലും സ്വത്ത് വിശ്വസിച്ചേൽപ്പിക്കാൻ പുണ്യനബിയെ തെരഞ്ഞെടുത്തു എന്നത് അവിടുത്തെ വിശ്വസ്തതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം. പിന്നീട് മൂന്നാമത് നമ്മൾ പറഞ്ഞത്, ഹിറാക്കിൾ എന്ന രാജാവ് ഹുദൈബിയ സന്ധിക്കു ശേഷം, അതായത് ഹിജറ 6-ാം വർഷമൊക്കെയാണ്, ഇനി 4 വർഷം കൂടിയേ പുണ്യനബിയുടെ ഭൗതിക ശരീരത്തിന് ഭൂമിക്ക് മുകളിൽ ദൗത്യ നിർവഹണമുള്ളൂ. ആ സമയത്തും ഹിറാക്കിൾ എന്ന രാജാവ് അബൂ സുഫിയാനുമായി നടത്തുന്ന സംഭാഷണത്തിൽ എന്നെങ്കിലും നുണ പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് കൊടിയ ശത്രുവായ അബൂ സുഫിയാൻ പറയുകയാണ്, തെളിവില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല നുണ പറഞ്ഞു എന്നതിന്. ഇപ്പോൾ അബൂജഹലുമായി ബന്ധപ്പെട്ടാണ് ഉദ്ധരണിയാണ് നമ്മളിവിടെ വായിച്ചത്. അബൂജഹൽ പോലും മനസ്സിലാക്കിയിട്ടുണ്ട് പുണ്യനബി സത്യവാനാണ്, നുണ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനൊന്നും കിട്ടാതെ മുഹമ്മദിന്റെ കുടുംബത്തിന് മാത്രം, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിന് മാത്രം ഈ ഉത്തരവാദിത്തങ്ങളും ഈ ബഹുമതികളും ഈ സ്ഥാനങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിന് എന്ന കുടുംബചിന്തയാണ്, ഗോത്രചിന്തയാണ്, ഇബ്ലീസിനെ പഴപ്പിച്ച അതേ ചിന്തയാണ് സത്യനിഷേധത്തിന്റെ കാരണമായിട്ട് ഇവിടെ ഭവിച്ചത്.